കർത്താവ് പറഞ്ഞ വചനത്തെ ഏറ്റെടുക്കുന്നവനാണ് ദൈവപുത്രനായി മാറുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ സ്നാനമെടുക്കില്ല, ദൈവപുത്രനാകില്ല. വിശ്വാസമുണ്ടെങ്കിൽ സ്നാനമെടുക്കണം. വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു ദൈവപുത്രൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കും. ദൈവം തന്ന ഗിഫ്റ്റായ, ദാനമായ ആ രക്ഷ, സാൽവേഷൻ, തമിഴിൽ രക്ഷിപ്പ്, അത് ഉള്ളവനായിരിക്കും ഒരു ദൈവപുത്രൻ. സ്നാനം എടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവർ ദൈവപുത്രന്മാരല്ല. അവർക്ക് ദൈവപുത്രന്മാരാകുവാനും പറ്റില്ല. കർത്താവിൻ്റെ വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് സ്നാനമെടുത്ത് വിശ്വസിച്ച് വചനത്തിന് കീഴ്പ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറും. സ്നാനം ഇതുവരെയും എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക, കീഴ്പ്പെടുത്തുവേൻ. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനം അനുസരിച്ച് സ്നാനം എടുക്കുവാണ്ടൊക്കെവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവേൻ. ഒരു രക്ഷ എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെ. ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ.